നമുക്കൊരു കടല റോസ്റ്റ് ഉണ്ടാക്കാം. ആദ്യം നമുക്ക് ചട്ടി അടുപ്പ് വെച്ച് ഒന്ന് ചൂടായി വരട്ടെ. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേന് അതിനകത്തോട്ട് പെരിഞ്ചീരകം, കറുകപ്പട്ട, 2 ഗ്രാമ്പൂ, ഒരു തക്കോലം ഇട്ട് നമുക്കതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കിന് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. നല്ല രീതിയിൽ കരിയാതെ തീ കുറച്ചിടണേ. തീ കുറച്ചിട്ട് വെളുത്തുള്ളി ഇട്ട് 10 കഷ്ണം വെളുത്തുള്ളി, ഒരല്ലി ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതാണ്. അതിലേക്ക് നമുക്ക് തേങ്ങക്കൊത്തിട്ട് കൊടുക്കാം. തേങ്ങക്കൊത്തിട്ട് ഇളക്കണം. അത് ഇളക്കി ഒന്ന് കളറ് മാറുന്ന വരെ ഇളക്കണം ചെറുതീയിൽ. അതിലേക്ക് നമുക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടരിഞ്ഞ പച്ചമുളക്. അതിലേക്ക് കുറച്ച് സവാള ചെറുതായിട്ടരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതൊന്ന് വാടി വരാനും വേണ്ടി കുറച്ച് ഉപ്പിട്ട് നമുക്ക് ഇളക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് നമുക്കൊന്ന് ഇളക്കാം. അതിൻ്റെ പച്ചമണം ഒന്ന് മാറട്ടെ. നല്ല രീതിയിൽ ഇളക്കണം. തീ കുറച്ചിട്ട് നേരത്തെ വേവിച്ച് വെച്ചിരുന്ന കടലയാണ് ഉപ്പിട്ട് വെച്ചിരുന്ന അതെടുത്തിടണം അതിലേക്ക്. എന്നിട്ട് ഇളക്കുക. നല്ല രീതിയിൽ കൂട്ടി യോജിപ്പിച്ച് ഇളക്കി എടുക്കണം. അതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കിന് ഒന്ന് തിളച്ച് കുറച്ച് കായപ്പൊടി ഇട്ട് നല്ല രീതിയിൽ ഇളക്കിയെടുക്കുക. ശകലം വെള്ളം കൂടി ഒഴിച്ചിട്ട് വേണം അത് ഇളക്കി കുറുക്കിയെടുക്കണം. നമ്മുടെ കറിവേപ്പ് തഴച്ച് വളരാനൊരു പരിപാടിയുണ്ട്. അതറിയുമോ? നമ്മുടെ പഴഞ്ചോറ് അരച്ച് കൊണ്ടുവന്നതിൻ്റെ ചുവട്ടിലിട്ട് കൊടുത്താൽ മതി. ആട് പോലെ മരം പോലെ കളിച്ചോളും. അപ്പോഴത്തേക്കിന് നമ്മുടെ കടല റോസ്റ്റ് റെഡിയായി വന്നിട്ടുണ്ട്. കറിവേപ്പിലയും കൂടെ കുറച്ച് വിതറി എടുക്കുക. അത് നമ്മൾ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. എങ്ങനെ ഉണ്ടെന്ന് നമുക്കൊന്ന് കഴിച്ച് നോക്കാം. സൂപ്പറാ. ഇടിയൊക്കെ ഉണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോയും കൂടെ ചെയ്യാൻ മറക്കല്ലേ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം.